നിങ്ങളൊരാളെ ഹീറോ ആക്കിയാൽ അവിടെ അതിനെ ഹീറോ ആക്കും. നിങ്ങളിവിടെ നെഗറ്റീവ് അടിച്ച് വിട്ടാൽ അതിനനുസരിച്ച് അവിടെ ടാസ്ക് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് ആണ് പ്രേക്ഷകരിലേക്ക് ഇറങ്ങണമെന്ന് ഞാൻ പറയുന്നത്, പ്രേക്ഷകരാണ് ബിഗ് ബോസ് കുറേയേറെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും കൂടെ അതിനെ അറിഞ്ഞ് റിവ്യൂസ് എല്ലാം പ്രോപ്പറായിട്ട് വെറുതെ കുറ്റവും അടി കൊള്ളായിരുന്നു, 11 പറഞ്ഞു എന്ന് പറയുന്ന സാധനങ്ങൾ കുറച്ചും കൂടെ നമ്മുടെ ഓവറോൾ സംസ്കാരം, മലയാളികൾക്കൊരു സംസ്കാരം ഉണ്ടല്ലോ, കളഞ്ഞ് കുളിപ്പിക്കരുത് ഗൈസ്. തിരിച്ചു വരുന്ന വഴി ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട്. അപ്പോൾ വന്ന വഴി അടിയാണ്, പഠിച്ച് വന്നേക്കുന്നവരാണ്, കണ്ടന്റ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? അടി ഉണ്ടാക്കുന്നതാണല്ലോ കണ്ടന്റ്. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമാണ്. കാര്യം നമ്മളൊക്കെ ഉണ്ടായിരുന്നൊരു ഷോ, അതിൽ നമ്മൾ അടി മാത്രമല്ല ചെയ്തേക്കുന്നത്. ഇതുവരെ കണ്ടു തുടങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴും ഒരു സീസണിൽ ഹുട്ടാവുന്നത് അതിലേതെങ്കിലും ഒരു മത്സരാർത്ഥി നല്ല സ്ട്രോങ്. അപ്പോൾ സീസൺ 4 ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഹുട്ടായത്. ഓൺലി ബിക്കോസ് റിയാസ് വാസ് എ വെരി ഗുഡ്. എനിക്ക് നന്നായിട്ട് സംസാരിക്കുന്നതും അതുപോലെ സംസാരിക്കാൻ ചുമ്മാ ഒരു ബഹളം കണ്ടന്റിന് വേണ്ടിയല്ലാതെ നന്നായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉള്ളടക്കമുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് കേൾക്കാറുണ്ട്. ചുമ്മാ അടി കാണാൻ ഞാനൊരു 70 ദിവസം അവിടെ അടി ഉണ്ടാക്കിയിട്ട് പോകുന്നതല്ലേ. സോ ആ സമയത്തും വാട്ട് ഐ തോട്ട് ഇസ്, നമ്മൾ ഒരു കേരളത്തിൻ്റെ ഇത്രയും ആൾക്കാരെ കാണിക്കുമ്പോൾ നമ്മൾ പറയുന്ന എന്ത് കാര്യത്തിലും ഒരു കാര്യം വേണം. വെറുതെ നീ അതെടുത്ത് സോ എനിക്ക് അതിനോട് നിങ്ങളോടാണ് ആക്ച്വലി ഒരു കാര്യം പറയാനുള്ളത്. TRP കൂട്ടി കൊടുക്കുമ്പോൾ അവിടെ പോകുന്ന കണ്ടസ്റ്റൻസിന് തോന്നുന്നത് അവിടെ അടിയാണ് കണ്ടന്റ് എന്നാണ്. അത് കാരണം അവിടെ ചെല്ലുന്ന വഴി അടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ അടി കണ്ടന്റിന് കുറച്ച് TRP കൊടുത്തില്ല മാക്സിമം. അതും TRP എന്ന് പറഞ്ഞാൽ കാണുന്ന മാത്രമല്ല, നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ റിവ്യൂവേഴ്സും ഒക്കെയാണ്. നിങ്ങൾ തന്നെ അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ പിടിച്ച് കുറച്ച് കണ്ടന്റ് ആക്കിയിട്ട് ആൾക്കാരിലേക്ക് എത്തിച്ചാൽ ഐ തിങ്ക് ബിഗ് ബോസ് ആസ് എ ഷോ ആസ് എ ഡോട്ട് ഓഫ് റീച്ച് അത് നിങ്ങൾ ചെയ്യാമോ? അതേ ഉള്ളൂ എനിക്കിപ്പം പറയാൻ. ഇപ്പം കയറിയ ആൾക്കാരെ എങ്ങനെയെങ്കിലുമൊക്കെ വരട്ടെ, എന്നിട്ട് അതിനെക്കുറിച്ച് പിന്നെ പറയാം. തുടങ്ങിയിട്ടില്ല. ഞാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരാൾ ഔട്ടായി. ഇല്ലേ, അറിഞ്ഞില്ലേ? നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത കാര്യമില്ലല്ലോ. അല്ല, ഞാൻ സത്യം പറയണേ, ഞാൻ ഗുവാഹട്ടിയിലും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ തിരിച്ചു വരുന്ന വഴി ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട്. അപ്പോൾ വന്ന വഴി അടിയാണ്, പഠിച്ച് വന്നേക്കുന്നവരാണ്, കണ്ടന്റ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? അടി ഉണ്ടാക്കുന്നതാണല്ലോ കണ്ടന്റ്. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമാണ്. കാര്യം നമ്മളൊക്കെ ഉണ്ടായിരുന്നൊരു ഷോ, അതിൽ നമ്മൾ അടി മാത്രമല്ല ചെയ്തേക്കുന്നത്. ഓക്കെ, കണ്ടന്റ് നമ്മുടെ അടി മാത്രം കണ്ടന്റ് ആവുന്നത് എന്താ ആളുകൾ അടിക്കടാ. അപ്പൊ ആ സാധനം വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടിക്കുള്ളൂ കണ്ടന്റ് എന്ന് വിചാരിച്ചാണ് എല്ലാ കണ്ടസ്റ്റന്റും. ഞാനവിടെ കയറി ആദ്യത്തെ 2 ആഴ്ച ഒന്നും ചെയ്തില്ല, കാണുവാനില്ല എന്നൊക്കെ എന്നെയും പറഞ്ഞിട്ടുണ്ട്. ഒരു വീട്ടിൽ കയറി ചെന്നോണ്ട് എന്താണോ ചോദിക്കാൻ പറ്റുമോ? ഐ മീൻ കോമൺ സെൻസ്, നമ്മുടെയൊക്കെ ഒരു സഭ്യത അതാണ്. ആദ്യം ചെന്ന് എല്ലാവരും പരിചയപ്പെട്ട് അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊരു ചേരായ്ക വരുമ്പോഴല്ലേ നമ്മൾ അടി ഉണ്ടാക്കുന്നു. അല്ലാതെ ചെന്ന വഴി നീ എന്താ ഇങ്ങനെ വേഷം ഉണ്ടാക്കണം, നീ എന്താ അങ്ങനെ, നീ എന്നെ പിടിച്ചു, അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അവരെല്ലാവരും നല്ല ആർട്ടിസ്റ്റാണ്, നല്ല ആൾക്കാരാണ്, നല്ലോണം ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്തേക്കണ ആൾക്കാരാണ്. അതും കൂടെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരും. ഇപ്പം ഞാൻ അറിഞ്ഞു വന്നു, എന്നെ എന്തായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് രണ്ടാമത്തത് എന്താ അറിയാവുന്നത്? അതെ, അത് കേട്ടാ മതി. കാര്യം എന്താ, ഞാൻ ഫുൾ ടൈം ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു. അതാണ് എൻ്റെ കണ്ടന്റ്, നമ്മൾ ഡാൻസ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആരാണ്, നമ്മൾ ആരാണ് എന്നുള്ളതും കൂടെ കാണിക്കാൻ നിങ്ങൾ അവർക്ക് അവസരം കൊടുക്കണം. ഞാൻ നിങ്ങളെ കുറ്റം പറയും, പോകുന്ന കണ്ടസ്റ്റൻസിനെ അല്ല ഞാൻ കുറ്റം പറയുന്നത്. നിങ്ങൾ അവർക്ക് അതിനൊരു അവസരം കൊടുക്കണം. നിങ്ങൾ അടി പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവർ അടിച്ചുകൊണ്ടിരിക്കും. അടുത്ത സീസൺ ഇതിലും അടിയായിരിക്കും. അപ്പം അടിയാണ് കാണണമെങ്കിൽ ഗോ ഫോർ ഇറ്റ്. എന്തായാലും ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ് എല്ലാവരും നല്ല വിഷയമുള്ള ആൾക്കാരാണ്. അടിയാണ് ഒരു ഫാക്ടർ ഓഫ് ജഡ്ജ്മെന്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലോണം നിലവാരം കയറ്റുന്നുണ്ട്. ഞാൻ നിങ്ങളെ പറയുള്ളൂ. ബിക്കോസ് ഒരു പ്രോഗ്രാം, ഒരു ഷോ എന്താണെങ്കിലും വോട്ടെവർ ഇറ്റ് ഇസ് ഓഡിയൻസ് റെസ്പോൺസ് ആണ് അതിൻ്റെ നിലവാരം. നമ്മൾ എങ്ങോട്ടേക്കാണ് ഈ ഷോയിൻ്റെ നിലവാരം കൊണ്ടുപോകണേ എന്നുള്ളത് ഒന്ന് ഇരുന്ന് ചിന്തിക്കേണ്ട സമയം. കാര്യം ഈ ഒരു പ്ലാറ്റ്ഫോമിന് എന്നെ പോലത്തെ ഒരാൾക്ക് ഒരുപാട് നല്ല കാര്യം, നല്ല അവസരങ്ങൾ തന്നതാണ്. ആക്ട് ചെയ്യാൻ ആൾക്കാർക്ക് മനസ്സിലാക്കി ആക്ട് ചെയ്യാൻ പറ്റും.
സംസാരിക്കാൻ പറ്റും, ഭാഷകൾ അറിയാം, ഡാൻസ് അറിയാം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അവസരം എനിക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാര്യം ഞാൻ അടി ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനെയാണ് എന്ന് കാണിച്ചിട്ട് ഇറങ്ങി വരണം. അത് 2 ആഴ്ച ആണെങ്കിലും 10 ആഴ്ച ആണെങ്കിലും 100 ദിവസമാണെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കയറിപ്പോണ ആൾക്കാർക്ക് വേറെ പല ചിന്താഗതിയുണ്ട്. അപ്പം നിങ്ങളും കൂടെ അവർക്ക് ആ അവസരം കൊടുക്കണം പുറത്ത് എന്നാണ് ഞാൻ പറയാറ്. ഒറ്റ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചാണ് അവിടെ ടാസ്കുകൾ വരുന്നത്. നിങ്ങളൊരാളെ ഹീറോ ആക്കിയാൽ അവിടെ അതിനെ ഹീറോ ആക്കും. നിങ്ങളിവിടെ നെഗറ്റീവ് അടിച്ച് വിട്ടാൽ അതിനനുസരിച്ച് അവിടെ ടാസ്കുകൾ പോകും. അപ്പോൾ നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് ആണ് പ്രേക്ഷകരിലേക്ക് ഇറങ്ങണമെന്ന് ഞാൻ പറയുന്നത്, പ്രേക്ഷകരാണ് ബിഗ് ബോസ് കുറേയേറെ ഡിസൈൻ ചെയ്തത്. അപ്പോൾ നിങ്ങളും കൂടെ അതിനെ അറിഞ്ഞ് റിവ്യൂസ് എല്ലാം പ്രോപ്പറായിട്ട് വെറുതെ കുറ്റവും അടി കൊള്ളായിരുന്നു, 11 പറഞ്ഞു എന്ന് പറയുന്ന സാധനങ്ങൾ കുറച്ചും കൂടെ നമ്മുടെ ഓവറോൾ സംസ്കാരം, മലയാളികൾക്കൊരു സംസ്കാരം ഉണ്ടല്ലോ, കളഞ്ഞു പിടിപ്പിക്കരുത് ഗൈസ്. നമ്മുടെ ഈ സീസണിൽ ഔട്ടായ രതീഷ് എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് പുള്ളി വന്ന ഉടനെ തന്നെ ഈ പറയുന്ന പോലെ ഇച്ചിരി അഗ്രസീവ് ആയിട്ടുള്ള ഗെയിം പ്ലേ നടത്തി, അതായത് തൊട്ടനും പിടിച്ചതിനൊക്കെ വഴക്കുണ്ടാക്കി ആ ഒരു രീതിയിലായിരുന്നു പുള്ളിയുടെ സ്ട്രാറ്റജി. ആയിരുന്നോ? അല്ല, എലിമിനേറ്റ് വോട്ട് കുറവാണെന്നുള്ള രീതിയിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പുള്ളി പുറത്തിറങ്ങിയിട്ട് പുള്ളി പറഞ്ഞത് എന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല, ഞാൻ ഭയങ്കര കാമാൻ കൂളാണ് എന്നുള്ള രീതിയിൽ പുറത്ത് വന്നിട്ട് പറഞ്ഞു. സോ അപ്പം ആ സ്ട്രാറ്റജി ഇപ്പം ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. ബിഗ് ബോസ് ഒരാളോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറോ അവിടെ വന്ന് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം ക്യാരക്ടർ പിടിക്കുന്നതെന്ന് ഞങ്ങളുടെ സീസണിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാര്യം അവരങ്ങനെയല്ല ഇന്റർവ്യൂ ചെയ്ത ആൾക്കാരെ എടുക്കുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ ഒരാളായിരിക്കണം എന്ന് ഒരിക്കലും പറയാതെ നിങ്ങൾ ആരാണോ അങ്ങനെ നിൽക്കൂ, നിങ്ങൾ കണ്ടാൽ ചോദിക്കൂ, നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കൂ എന്നൊക്കെ തന്നെയാണ് ഏഷ്യാനെറ്റിൽ നിന്നാണെങ്കിലും എൻ്റെ മോൾ ഷൈനിൽ നിന്നാണെങ്കിലും എല്ലാവരും നമുക്ക് പറഞ്ഞു തന്നത്. പിന്നെ റിയാക്ട് ചെയ്താലേ നമുക്ക് അവിടെ ഒരു സ്പേസ് കിട്ടൂ. നമുക്ക് 45 മിനിറ്റേ ഉള്ളൂ ഷോ, 24/7 ആണെങ്കിൽ ഇതുപോലെ എത്ര ക്യാമറാസ് ഉണ്ട്, അപ്പുറത്ത് നിൽക്കുന്ന ആള് എന്താ ചെയ്യുന്നത് ഇപ്പം നമുക്കറിയോ? അറിയില്ല. അപ്പം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അവിടെ ഒരു ബഹളം ഉണ്ടാക്കിയാലാണ് അത് കണ്ടന്റായിട്ട് വെളിയിൽ പോണേ എന്നുള്ളൊരു സാധനം ഇപ്പം എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ തലയിലുണ്ട്. അവിടെ ഞാൻ അടി ഉണ്ടാക്കിയില്ലെങ്കിൽ, എന്താടാ എന്ന് ചോദിച്ചില്ലെങ്കിൽ, എന്നെക്കാട്ടിലും ഒച്ച ഉണ്ടാക്കുന്നത് ഇയാളാണെങ്കിൽ ആ കണ്ടന്റ് അവിടെ പോകുള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ സീസണിൽ പൊളിഫിറോസും സജനയും വന്നപ്പോൾ ഞങ്ങളൊക്കെ വെറുതെ ബഹളമൊന്നും ഉണ്ടാക്കണ്ട, ഇന്നത്തെ കണ്ടന്റ് പോയി കഴിഞ്ഞു, ഒരു അത്രയും ബഹളം അവർ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തന്നെ പറയും, ഇന്നിപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ലടേ, ഇന്നത്തെ കണ്ടന്റ് പോയി, അല്ലെങ്കിൽ ടിപ്പലിന് ഇന്നത്തെ കണ്ടന്റ് പോയി. പക്ഷേ 45 മിനിറ്റല്ലേ ഉള്ളൂ, അരമണിക്കൂറല്ലേ ഉള്ളൂ. പക്ഷേ ആ ഉള്ള കണ്ടന്റിൽ നിങ്ങൾക്ക് കൂടുതൽ വേണം. ഇപ്പം ഞങ്ങളുടെ സർവകലാശാല വന്നപ്പോൾ അടിപൊളി TRP വന്നു. അത് കാരണം ഞങ്ങൾക്ക് കുറേ കലാപരമായിട്ടുള്ള ടാസ്കുകൾ കിട്ടും. ഇപ്പോഴത്തെ ടാസ്കുകൾ തന്നെ നോക്കും, എവിടെയാണ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക, അടിയല്ലാതെ വേറെ നിവൃത്തിയില്ലാണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. നമുക്കും നമ്മുടെ പ്രോഗ്രാം, നമുക്ക് ഇത്രയും ഇഷ്ടമുള്ളൊരു പ്രോഗ്രാം, ഇത്രയും ലൈവായിട്ടും ആക്റ്റീവായിട്ടും നിൽക്കുന്ന ഒരു പ്രോഗ്രാം, അതിന് നമ്മളും കൂടെ കുറച്ച് വിചാരിച്ചാൽ ഒന്ന് നന്നാക്കാൻ പറ്റും. പുള്ളി അങ്ങനെ അവിടെ പോയി അടി ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു അഗ്രസീവ് നേച്ചർ അല്ലെങ്കിൽ വേണ്ടയിടത്ത് മാത്രം അഗ്രഷൻ കാണിച്ചാൽ മതി. ഇതിന് ഫുൾ ടൈം അഗ്രഷൻ ആ സ്പേസിന് വേണ്ടിയിട്ടാണ്. കുറ്റം പറയാൻ പറ്റില്ല. എൻ്റെ അടുത്തും പലരും ചേച്ചി സ്പേസ് ഇല്ല, സ്പേസ് ഉണ്ടാക്കിക്കോട്ടെ. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും കുറച്ച് നീങ്ങി നിൽക്കും, ഞാൻ സ്പേസ് എന്താ വെച്ചാൽ ഞാൻ റെഡി ആയിരുന്നു. പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആരാണോ ഞാൻ അതുപോലെ തന്നെ കയറിപ്പോയ ആൾ തന്നെ ഇറങ്ങി വരണം. അല്ലാതെ വെറുതെ കുറേ ബഹളം ഉണ്ടാക്കിയിട്ടില്ല. ബഹളം ഉണ്ടാക്കിയതൊക്കെ കണ്ടതാണല്ലോ. ബഹളം ഉണ്ടാക്കിയതെന്നല്ല, പക്ഷെ കാര്യത്തിന് മാത്രമേ ഞാൻ മാക്സിമം ബഹളം ഉണ്ടാക്കാൻ നോക്കൂ. താങ്ക് യു. ബിഗ് ബോസ് പറയുമ്പോഴേ ക്ഷീണിച്ചു.